ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ചിക്കൻ വെച്ചുള്ള ഒരു റെസിപ്പിയാണ് നോക്കുന്നത്. തുർക്കിഷ് ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ്. ഒരുപാട് പണിയൊന്നുമില്ല ഉണ്ടാക്കാൻ. അപ്പം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം അതിനായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ, ഞാനൊരു 1/2 കിലോ അടുത്ത് ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ചതച്ചത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അടുത്ത് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. പിന്നെ തൈര്, ഒരു 2-3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചൊരു ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമല്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഓയിൽ. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് ഒരു 2-3 മണിക്കൂർ വെക്കാം. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ചിക്കൻ പീസെല്ലാം വെച്ച് കൊടുക്കാം. ചിക്കൻ ചെറിയ പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാ ചിക്കനും വെച്ച് കൊടുക്കാം. നമ്മളെല്ലാ ചിക്കനും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കനൊന്ന് ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കൊന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ പീസും ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് ഓയിലേ ചേർത്തിട്ടുള്ളൂ. ചിക്കന് ഈ സൈഡൊന്നും ആവട്ടെ. നമുക്ക് ആ ടൈമിൽ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ മൈദ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് അടുത്ത് പാല് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ട്. ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ മേലേക്ക് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം.
ചിക്കൻ കവർ ചെയ്യണ രീതിയിൽ നമുക്ക് വൈറ്റ് സോസ് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചീസിൻ്റെ സ്ലൈസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചീസിൻ്റെ ഷീറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് അടച്ച് വെക്കാം. ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ചീസ്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തുർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചീസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്കിത് പൊറോട്ട, ചപ്പാത്തി, നാൻ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.